നമസ്കാരം, ഡ്രൈവ് ടെലിവിഷയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ബീച്ചിലാണ്. ഇന്നത്തെ ഡ്രൈവ് ഇങ്ങോട്ടായിരുന്നു. ഇന്നത്തെ ഡെലീഷ്യസ് ഐറ്റം ചിക്കൻ ചീസ് ഫിംഗേഴ്സ്. അത് നമ്മളിവിടെ ബീച്ചിൽ വെച്ചാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾക്ക് ആക്ച്വലി കൊല്ലം വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലേക്ക് പോന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കൊരു വീഡിയോയും കൂടെ എടുത്ത് നിങ്ങളെ കൊല്ലം ബീച്ചൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. ചിക്കൻ ചീസ് ഫിംഗേഴ്സിനുള്ള ചിക്കൻ ഞാൻ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചു, ഉപ്പും മുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ടിട്ട് വേവിച്ചിട്ട് ബോൺ മാറ്റി അത് മിക്സിക്കകത്ത് അടിച്ചു കൊണ്ടുവന്നതാണ്. ഇതിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടേണ്ടത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം, കുരുമുളക് പൊടി, കുറച്ച് ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, അടുത്തത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് സോയാ സോസ്, കുറച്ച് മോസറല്ല ചീസ് നമുക്ക് ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്തിടാം. നിങ്ങൾക്ക് ഏത് ചീസ് വേണേലും എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് മോസറല്ല ആണ്. ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു ചീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മോസറല്ല തന്നെയാണ്, അത് വെക്കുക. എന്നിട്ട് അത് റോൾ ചെയ്തെടുക്കണം. ഞാനിതെല്ലാം റോൾ ചെയ്തു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. കുറച്ച് കോൺഫ്ലവർ കലക്കണം. ബ്രെഡ് ക്രംസ്, വരുന്നതിന് മുമ്പേ കഴിച്ചിട്ട് ഓടണോ? അതെ, അമ്മയുണ്ടായിരുന്നു നമ്മുടെ കൂടെ. കുറച്ച് സോസ് ഒഴിക്കാം.
നമുക്ക് കൊള്ളാം കേട്ടോ. നല്ല കേട്ടോ. ഒരു ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ? ചീസും കൂടെ വന്നപ്പോഴത്തേക്ക് അതുകൊണ്ടാ ചീസ് വേണം. ചീസ് ഉള്ളപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇന്നത്തെ ഒരു വളരെ ഷോർട്ട് വീഡിയോ ആയിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ ഒത്തിരി ഇങ്ങനെ കയറ്റും ഇവിടെ ഒരുപാട് കയറ്റും പരുന്തോ എന്തൊക്കെയുണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഓർക്കുമായിരുന്നു എങ്ങനെയാന്ന് നിങ്ങൾ ചെയ്യുന്നു. കുറേ പട്ടികൾ കുറെ പട്ടികളും ഇഷ്ടം പോലെ. ഇപ്പോഴത്തെ ഒരു ടൈമിൽ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് പോകുന്ന വഴിക്ക്. എന്നിട്ട് രസമല്ലേ ഇതുപോലെ കളത്തിരുന്ന് വന്നിരുന്ന്. കൊറേ ആൾക്കാർ വേണമെന്ന് തോന്നുന്നു. നമ്മുടെ ഫാമിലി മുഴുവനും കൂടെ ആണെങ്കിൽ വെള്ളം കയറി കയറി വരുക കേട്ടോ. വേവ്സ് കയറി കയറി വരുക. ഒരുപാട് നാൾക്ക് ശേഷം ഇതുപോലെ കടൽ തീരത്തൊക്കെ വരുന്നത്. ബീച്ചൊക്കെ കണ്ടിട്ട് മാസങ്ങളായി. അതെ അതെ. കൊറോണ വന്നേ പിന്നെ നമ്മളെങ്ങും പോകുന്നില്ലായിരുന്നല്ലോ. അതെ. കഴിഞ്ഞ നമ്മള് ഫെബ്രുവരിയിൽ എന്റെ ബർത്ത്ഡേക്ക് വർക്കല പോയതാ. ഫെബ്രുവരി ടാലിയുടെ ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു അത്. പക്ഷെ പിന്നെ എങ്ങും പോയിട്ടില്ല. വെള്ളം ഇങ്ങനെ കേറി വരുന്നു. നല്ല രസമുണ്ടല്ലേ ആ ചൂളമരവും അല്ലേ? അതേപോലെ കാക്കക്കൂട് നല്ല ഭംഗിയുണ്ട്. കൊറേ കാക്കക്കൂടൊക്കെ ഉണ്ട്. അത് പൈൻ മരങ്ങളായിരുന്നു. പൈനല്ല, എന്താ എനിക്കിങ്ങനെ പച്ചപ്പുള്ള ബീച്ച് ഇഷ്ടമാണ്. കൊല്ലം ബീച്ചിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഒരുപാട് പ്ലാസ്റ്റിക് ഉണ്ട്. നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടും പ്ലാസ്റ്റിക് ഇല്ലായിരുന്നു. അതും ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വരും. ഭയങ്കര കൂടുതലാണ്. ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചു കൊണ്ടുപോകും. ഒരെണ്ണം പോലും ഇവിടെ ഇടത്തില്ല. അപ്പം നിങ്ങളും അതുപോലെ തന്നെ 2000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഒരു കുപ്പി ഇട്ടാൽ 2000 കുപ്പി. അതുകൊണ്ട് നമുക്കെല്ലാവരും കൊണ്ടുവരുന്ന ഒരു കുപ്പിയാണെങ്കിലും അത് ഒരു പ്ലാസ്റ്റിക് കവറാണെങ്കിലും നമുക്കത് തിരിച്ചു കൊണ്ടുപോകാം. നമ്മൾ വരുന്ന സ്ഥലം അതേപടി ക്ലീൻ ആക്കിയിട്ട് തന്നെ പോവുക. വെള്ളം കയറി കയറി വരും അല്ലേ? അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.